ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ശ്രിത. എനിക്ക് 25 വയസ്സുണ്ട്. വിവാഹമായിട്ടില്ല. പഠിപ്പ് കഴിഞ്ഞ് ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കേരളത്തിലെ ഒരു സിറ്റിയിലേക്ക് വന്നത്. ആ സമയത്ത് ഞാനൊരു ലേഡീസ് ഹോസ്റ്റലായിരുന്നു താമസം. എനിക്കവിടുത്തെ താമസവും ഭക്ഷണവും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. കടിച്ചു പിടിച്ച് ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ അമ്മായിമ്മ ആ സിറ്റിയിൽ വന്നത്. പുള്ളിക്കാരിക്ക് ചില കാര്യങ്ങൾ പർച്ചേസ് ചെയ്യണമായിരുന്നു. ഞാൻ കൂടെ പോയി കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി എന്നോട്, മോളെ താമസ സൗകര്യമൊക്കെ കൊള്ളാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വലിയ പ്രശ്നമാണ്, എല്ലാവരും കൂടെ അങ്ങ് ഇടുങ്ങിയൊരു സ്ഥലമാണ്, ഭക്ഷണം ശരിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ചേച്ചിയുടെ അമ്മായിമ്മയാണ് പറഞ്ഞത്, ആ എടി, എൻ്റെ അനിയത്തി ഇവിടെ താമസിക്കുന്നുണ്ട്, ഫ്ലാറ്റിലാണ്. അവളുടെ ഭർത്താവ് 3 വർഷം മുമ്പ് മരിച്ചുപോയതാണ്. ഇപ്പോൾ അവൾ തൽക്കാലം ഫ്ലാറ്റിൽ തനിച്ചാണ്. മകനുണ്ടായിരുന്നു, പക്ഷേ അവനിപ്പോൾ വിദേശത്തേക്ക് പഠിക്കാൻ പോയിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് എന്നെ വിളിച്ചതാണ്, അവിടെ വന്നേൽക്ക് ചേച്ചി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ മോളെ, ഇപ്പോഴും അവൾ കൂടെ നിൽക്കാൻ ഒരാളെ നോക്കുന്നുണ്ട്. മോളുടെ കാര്യം ഞാൻ സജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. വീട് പോലൊരു സ്ഥലത്ത് താമസിക്കാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അമ്മ, എത്ര രൂപ കൊടുക്കേണ്ടി വരും അവർക്കെന്ന്? നീ ഇവിടെ എത്ര രൂപ കൊടുക്കുന്നുണ്ട്? അതിപ്പം 10,000 രൂപയാകെ ചിലവ്. എങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ ഒരു 3,000 രൂപ മാത്രം കൊടുത്താൽ മതി. അത് ഭക്ഷണത്തിന് ചിലവ്, പിന്നെ ബാക്കിയൊന്നും കൊടുക്കണ്ട. അവിടെ നിൽക്കുന്നതിന് വാടകയൊന്നും വേണ്ട, സ്വന്തമായ ഫ്ലാറ്റാണ്. എൻ്റെ അനിയൻ പണ്ടേ നല്ല ധനികനായിരുന്നു. പിന്നെ അവന് മരിച്ചു പോയി കഴിഞ്ഞപ്പോഴേക്കും അസുഖമൊക്കെ ആയതുകൊണ്ട് കുറേ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. എന്നാലും ആന മെലിഞ്ഞ തൊഴുത്തി കിട്ടേണ്ട കാര്യമല്ലോ, അതുകൊണ്ട് അങ്ങനെ അങ്ങ് വാടകയൊന്നും കൊടുക്കണ്ട. 3,000 രൂപ നീ കൊടുക്കുമോളെ, അത് ഞാൻ പറഞ്ഞ് അറേഞ്ച് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് അവർ എനിക്കത് കണക്ട് ചെയ്ത് തന്നു. അങ്ങനെ അവരുടെ ഫ്ലാറ്റിൽ ഞങ്ങൾ ഒരു ദിവസം പോയി. ആ ഫ്ലാറ്റ് എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു ഫ്ലാറ്റാണ്. പിന്നെ ആ സ്ത്രീ നല്ല കുലീനത്വമുള്ള സുന്ദരിയായ വെളുത്ത് തുടുത്ത് ഒരു വീട്ടമ്മ. അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു നല്ല ഐശ്വര്യമുണ്ട്. പക്ഷേ ഒരു ചേച്ചിയുടെ അമ്മായിമ്മ ഇത്തിരി ഇരുണ്ട നിറമാണ്. ഇവരങ്ങനെയല്ല, ശരിക്കും ഒരു കോലത്തെ തമ്പ്രാട്ടി എന്ന് പറയില്ലേ, അത്തരം ഒരു ലുക്കാണ്. പിന്നെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഹോസ്റ്റൽ ഒഴിഞ്ഞ് അവരുടെ ഫ്ലാറ്റിലേക്ക് ചേക്കേറി. രാവിലെ ഞാനും ഉണരും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് അവർക്കൊരാശ്വാസമായിരുന്നു. പിന്നെ എനിക്ക് ചില പ്രത്യേക പാചകവിധികളൊക്കെ അറിയാം. അത് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായി ജെല്ലായി, ഒരു വീട് പോലെയായി. ഒരാഴ്ചക്കുള്ളിൽ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. അവിടെയുള്ള ചില പെണ്ണുങ്ങളൊക്കെ ചേച്ചിയുമായിട്ട് വളരെ കൂട്ടാണ്. ചേച്ചി എന്ന് പറഞ്ഞത് അവരെ എനിക്ക് കുഞ്ഞമ്മേന്നോ ഒക്കെ വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവരെന്നോട് പറഞ്ഞു ചേച്ചി എന്ന് വിളിച്ചാൽ മതിയെന്ന്. അതുകൊണ്ട് ഷീല ചേച്ചി ഞാൻ ചേച്ചി എന്നാണ് വിളിച്ചത്. ചേച്ചി പറഞ്ഞു, എടി, ഞാൻ എല്ലാവരോടും സ്നേഹത്തോടുകൂടിയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് ധാരാളം ഫ്ലാറ്റിലെ ആൾക്കാർ ഇവിടെ വരും മോളെ, സൗഹൃദം നമുക്ക് വലുതല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന്. പിന്നെ പറഞ്ഞു, എന്നെ കാണുമ്പോഴില്ലേടി, ഇവിടെയുള്ള ചില ആണുങ്ങൾക്ക് വല്ലാത്ത ഇളക്കമാണ്. ഞാൻ തന്നെ ഇവിടെ ജീവിക്കുമ്പോഴില്ലേ, രാത്രിയിലൊക്കെ വന്ന് വെറുതെ അവർ ബെല്ലടിക്കും. എന്തിനാ ചേച്ചി? ഓ, നിനക്കൊന്നും അറിയില്ലേ? നീ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നിനക്കൊന്നും അറിയില്ലായിരിക്കും. എന്നാലും വിശ്വസിക്കാൻ പറ്റില്ല. എടീ കൊച്ചു കള്ളി, നിനക്ക് ആരുമായിട്ടെങ്കിലും എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? നിനക്ക് കാമകന്മാരുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു കാമകനുണ്ടായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പം. പക്ഷേ അത് സക്സസ് ആയില്ല. അതെന്താടി സക്സസ് ആകാഞ്ഞത്? അവനെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ലായിരുന്നോ? അതല്ല, ഞങ്ങൾ രണ്ടുപേരും 2 ജാതിയാണെന്ന്. ഛീ, ജാതി മതോ അതാണ് ചോദിച്ചത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണോ പ്രേമിക്കുന്നത്? അങ്ങനല്ലേ ചേച്ചി? എടി, അതിനൊന്നുമല്ല. കാണുമ്പോൾ നല്ല അട്രാക്ഷൻ തോന്നില്ലേ? ആ അട്രാക്ഷൻ തീർന്നു കഴിഞ്ഞിട്ടും പിന്നെയും ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി. ആ ആദ്യത്തെ അട്രാക്ഷൻ തീരാൻ വേണ്ടിയിട്ട് നമ്മൾ അവന്മാരുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകണം. ആ സമയത്ത് അവന്മാർക്ക് നമ്മളോട് വലിയ താല്പര്യമായിരിക്കും. പക്ഷേ സ്നേഹമില്ലാത്തവന് പിന്നീട് താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരും. ആ സമയത്ത് നമ്മൾ വഴക്കുണ്ടാക്കാനോ കരയാനൊന്നും പോകരുത്. അബദ്ധവും പറ്റരുത്, അതും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾക്ക് കിട്ടാനുള്ളതൊക്കെ നമ്മൾ വാങ്ങിച്ചെടുക്കുകയും വേണം. എന്നിട്ട് അവന്മാരെ അങ്ങ് പറഞ്ഞു വിടണം. അപ്പോൾ പ്രേമം അവിടെ തീരും. അല്ലാതെ ചുമ്മാ കറങ്ങി നടന്നിട്ടും ജാതി മതം പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോയെന്ന് ഞാൻ ചോദിച്ചു. ചേച്ചി എങ്ങനെയായിരുന്നു കല്യാണം കഴിച്ചത്? ഞാൻ കല്യാണം കഴിച്ചത് ഞാൻ പ്രേമിച്ച ആളൊന്നുമല്ല. അന്നും ഇതൊക്കെ പ്രശ്നമുണ്ടല്ലോ. പിന്നെ എൻ്റെ ഭർത്താവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ പ്രേമിച്ച ആളെ എനിക്ക് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ജീവിതം എനിക്ക് കിട്ടിയെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഇനിയും പ്രേമിക്കണമെന്നുണ്ടോ? പ്രേമിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട് മോളെ. വെല്ലവളുമാരുടെ ഭർത്താക്കന്മാരെയൊന്നും എനിക്ക് വേണ്ട. മുട്ടി വിളിക്കുന്നതെല്ലാം അങ്ങനെയുള്ളവരാണ്. അപ്പോൾ എന്താ ചേച്ചിയുടെ പ്ലാന്? കല്യാണം കഴിക്കാൻ ആരെയാണ് ആവശ്യം? അപ്പോൾ ചേച്ചി പറഞ്ഞു, എടീ, കല്യാണം കഴിക്കാനൊന്നുമല്ല, ഒരു പ്രേമം,
ഒരു ചുറ്റിക്കളി. അതിന് വേണ്ടിയിട്ട് എനിക്കൊരാളെ വേണം. അതിനെന്താ ആൻറ്റി, ഭാര്യമാര് മരിച്ചു പോയവരും ഡൈവോഴ്സ് ആയവരും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ആൻറ്റിക്ക് പറ്റിയ ആളെ കണ്ടെത്താൻ പറ്റുമല്ലോ. അപ്പോൾ ആൻറ്റി എനിക്കൊരു നുള്ളു തന്നു. എന്താടി, കിളവന്മാരെ തന്നെ ഞാൻ നോക്കണോ? അതിൻ്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് വേണ്ടത് കൊച്ചു പയ്യന്മാരെയാണ്. കൊച്ചു പയ്യന്മാരെയോ? എന്തേ? ഒന്നും അറിയാത്ത, ഒന്നും തുടങ്ങാത്ത ഒരു കിളിക്കുരുന്ന് ചെക്കനെ കിട്ടില്ലേ മോളെ? അതല്ലേ ഒരു ത്രില്ല്. അല്ലാതെ പ്രായമായ ഞാൻ പ്രായമുള്ള ഒരാളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താ? അതിനൊന്നും രസമില്ല. ഒരു ത്രില്ല് വേണം. അപ്പോൾ ചേച്ചി നോക്കിയിട്ട് അങ്ങനെ ഒരു പയ്യനെ ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ലേ? ഇല്ലടി, അങ്ങനെ മനസ്സിൽ പിടിച്ചൊരു പയ്യൻ ഈ ഫ്ലാറ്റിലില്ല. വന്നു മുട്ടുന്നതെല്ലാം കിളവന്മാരാണ്. അല്ലെങ്കിൽ ഞാനിവിടെ കാണുമായിരുന്നോ? എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നോട് അങ്ങ് തുറന്നു പറയുകയാണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടങ്ങളുണ്ട് മോളെ. ഞാൻ കാത്തിരിക്കണം. പക്ഷേ മറ്റു പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരെ വേണ്ട. അപ്പോൾ ചേച്ചി ഇനി കൊച്ചു ചെക്കന്മാരെ കൊണ്ടുവന്നിട്ട് അടങ്ങിയിരിക്കുള്ളൂ. അങ്ങനെയുണ്ടടി. നിൻ്റെ ഓഫീസിൽ ചെക്കന്മാരുണ്ടോ? നിങ്ങളിപ്പോഴത്തെ കാലത്തെ പിള്ളേരൊക്കെ ചില ഗ്രൂപ്പുകളൊക്കെ അംഗമല്ലേ? അതിൽ ഇത്തരം ചർച്ചകളൊക്കെ നടക്കില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഗ്രൂപ്പ് വല്ലതും മോളുടെ കയ്യിലുണ്ടോ? അറിയാമോ? എങ്കിൽ എൻ്റെ കാര്യം കൂടി അവിടെ പറ. മോളിവിടെ ഉണ്ടല്ലോ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. കാര്യങ്ങൾ കുശാലാക്കാം. പിന്നെ മോളുടെ കാമുകന്മാരോ അല്ലെങ്കിൽ മോൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഇവിടെയില്ല. മോളുടെ ബെഡ്റൂമിൽ മോള് സ്വർഗം തീർക്കുക. എന്നാലും ഇതിനു മുമ്പ് ഇത് തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നല്ലോ ചേച്ചി. ചേച്ചി തന്നെയല്ലേ താമസിച്ചുകൊണ്ടിരുന്നേ? എടി, എൻ്റെ മോൻ ഉണ്ടായിരുന്നില്ല കുറേ നാൾ. അത് കഴിഞ്ഞപ്പോഴേക്കും അവനങ്ങ് പോയി. പിന്നെ ഞാൻ തനിയാണ്. ഓർക്കുമ്പോൾ ശരിയാണ്, പക്ഷെ അങ്ങനെയല്ല. തനിയുള്ളൊരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഫ്ലാറ്റിലേക്ക് ആരെങ്കിലും കയറി വരുമ്പോൾ ഒത്തിരി പേര് ശ്രദ്ധിക്കും. ഇതിപ്പോൾ നീ വന്നില്ലേ, ഇനി വരുന്നത് നിൻ്റെ ബന്ധുക്കളാണെന്നോ അല്ലെങ്കിൽ നിന്നെ കാണാനാണ് വന്നതെന്നോ എന്തേലും പറയാം. രണ്ടുപേരുള്ളപ്പോൾ ആരും സംശയിക്കില്ല. അമ്പടി കേമി, അതായിരുന്നു പദ്ധതി. എൻ്റെ പേരിൽ സദ്യ ഉണ്ണാൻ വേണ്ട അല്ലേ എന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ പൊന്നു മോളല്ലേടി, നീ എന്നോട് സഹകരിക്കില്ലേ? നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വൈബ് തോന്നി. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല, ഞാനൊരു ഗ്രൂപ്പിലുമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും പഠിച്ച് ഒരു ജോലി നേടണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് ചെറിയ പയ്യന്മാരെ ആരെ അറിയില്ല. പക്ഷേ ചേച്ചി അങ്ങനെ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ കണ്ണടയ്ക്കും. ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യും, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതൊന്നും നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെ അമ്മായിയമ്മയോ ഒന്നും അറിയാൻ പാടില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നിൻ്റെ ചേച്ചിയുടെ അമ്മായിമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയല്ലേ? അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ? എടി, ഇത് ഒതുക്കത്തിൽ നടത്തേണ്ട കാര്യമാണ്. ഞാൻ തനിയെ അത്ര ഒരു കാര്യത്തിന് എടുത്തു ചാടാനുള്ള ഒരു ബുദ്ധിയോ വൈഭവോ ഇല്ല. നല്ല ഐഡിയ ഉണ്ട്, പക്ഷേ പ്രാവർത്തികമാക്കാൻ നീയും കൂടെ വേണം. പകരം നിനക്ക് നല്ല സാന്ദ്രമായിരിക്കും. നീ പൈസ ഒന്നും തരണ്ട, എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിന്നാൽ മതി മോളെ എന്ന് പറഞ്ഞു. ഞാനതിന് തലയാട്ടി സമ്മതിച്ചു. കാര്യം എനിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് മനസ്സിലുണ്ട്, പക്ഷേ എടുത്തു ചാടാൻ പേടിയായിരുന്നു. ഇതിപ്പോൾ കൂട്ടിനൊരാളുള്ളപ്പോൾ അവർ ആദ്യം നടനമാടട്ടെ, നമ്മൾ കൂട്ടു നിൽക്കാം. അത് കഴിഞ്ഞ് ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം ഇഷ്ടമുള്ള ഒരാളെ ഇങ്ങോട്ടൊക്കെ വിളിച്ചുകൊണ്ട് വരാം. അതൊരു സാന്ദ്രമല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. അവരെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ കാരണം അങ്ങനെയാണ്. ഉടനെ തന്നെ ചേച്ചി ഒരാളെ വിളിച്ചു. എടി അനിതേ, നീ ഇങ്ങോട്ടൊന്ന് വന്നേടി. കൊച്ചു സമ്മതിച്ചു കേട്ടോന്ന്. ഞാൻ ചോദിച്ചു, ചേച്ചി ആരെയാണ് വിളിച്ചത്? എടി, ഈ ഫ്ലാറ്റിലെ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് അനിത, നിനക്ക് അറിയാലോ എന്ന്. ഞാൻ പറഞ്ഞറിയാം. അല്ല, എന്തിനാണ് ചേച്ചിയോട് ഇത് പറഞ്ഞത്? എടി, ഈ ഒരു തീം ആദ്യമായിട്ട് എനിക്ക് ഇട്ട് തന്നത് അവളാണ്. അവളുടെ ഭർത്താവ് എന്ന് പറയുമ്പോഴേക്കും ഒരു കാശിനും കൊള്ളില്ല. രാത്രി എപ്പോഴെങ്കിലും വന്നു കയറും. ഒരു കഴിവുമില്ലാത്ത ഒരു നാശമാണ്. അവളാണെങ്കിൽ വർഷങ്ങളായിട്ട് എന്തെങ്കിലും ഒരു അവസരത്തിന് വേണ്ടി മോഹിക്കുകയാണ്. പക്ഷേ ഫ്ലാറ്റ് ആയതുകൊണ്ട് എല്ലാം നടക്കുന്ന ആളുകൾ വിചാരിക്കും. പക്ഷേ ഇവിടെ കുടുംബക്കാരാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോഴാണ് അവളുടെ ഉള്ളിലെ ആഗ്രഹം എന്നോട് പറഞ്ഞത്. അത് കേട്ടപ്പോഴാണ് ഞാൻ അവളോട് ഇതൊക്കെ പറയാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഓരോ പ്ലാനും പദ്ധതിയും ഇങ്ങനെ ഇട്ട് വരികയായിരുന്നു. ഒന്നും നടക്കാതിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴാണ് അതിന് സിറ്റുവേഷൻ വന്നത്. അവളും വരട്ടെ, ഇടയ്ക്കിടയ്ക്ക് അവൾക്കും ചില ആർത്തനാദങ്ങൾ പുറപ്പെടുവിക്കാനുള്ള യോഗമുണ്ടാകട്ടെ മോളെ. അവളും കാണട്ടെ, കുളം കര കുളം കര എന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അനിത ചേച്ചി ഇളയിളകി നടക്കുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു കാര്യമുണ്ടോയെന്ന്. അപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞു, എടി, അവൾക്ക് പണ്ടേ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഭർത്താവ് സീറോ. ഇനി ഏതെങ്കിലും ഹീറോ വന്നു കഴിഞ്ഞാൽ ഡ്യൂറ്റ് പാടാൻ വേണ്ടി അവൾ കാത്തിരിക്കണം. അവൾ പറയുന്നത് കല്യാണം കഴിച്ച ആണുങ്ങളെ വേണ്ട, വെറുതെ നടക്കുന്നവരെ മതി. അതായത് പ്രേമൊന്നും വേണ്ട, കാര്യങ്ങൾ പക്ഷേ മുറ പോലെ നടക്കണം. പിന്നെ അവൾക്ക് വേറെ ലക്ഷ്യമുണ്ട്. കുറച്ച് കാശ് കൊടുക്കുന്നവനാണെങ്കിൽ കൂടുതൽ നല്ലത്. അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടോ എന്ന് നമുക്ക് നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി, ഇങ്ങനെ നമ്മൾ
പലവിധ മേഖലകളിലേക്ക് പോയി കഴിഞ്ഞാൽ വലുതായിട്ട് കോംപ്ലിക്കേറ്റഡ് ആകുമെന്ന്. അപ്പോൾ ചേച്ചിനോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോള് എൻ്റെ കൂടെ അങ്ങ് താമസിച്ചാൽ മതി, വേറെ നീ റിസ്ക് ഒന്നും ഏറ്റെടുക്കണ്ട, ആരെങ്കിലും നിന്നെ കാണാൻ വരുന്നതാണെന്ന് ഞാൻ പറഞ്ഞോളാം, അത്രയേ ഉള്ളൂ, നീ വേറെ പഴിയൊന്നും കേൾക്കേണ്ടി വരില്ല, ഇതൊന്നും ആരും അറിയില്ല, ഞാനും അനിതയും കൂടെ ഇവിടെ പൂരം പാട്ടായിരിക്കും, പിന്നെ ഞങ്ങൾ പൂരം പാടുമ്പോൾ എൻ്റെ പൊന്നുമോള് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി, ഇടയ്ക്കിടയ്ക്ക് മോള് ഒന്ന് വായ്ത്താരി ഇടുക, ഒന്ന് ചിഞ്ചിലം കൊട്ടുക, ഒരാരതി ഒഴുക, ഇത്രയൊക്കെ മതി, ഞങ്ങളെന്ന് സപ്പോർട്ട് ചെയ്യും മോളെ എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം അവിടെ ഒരു വട്ടമേശ സമ്മേളനം നടന്നു. അനിത ചേച്ചിയാണ് കൂടുതൽ ഐഡിയ ഇട്ടത്. മോളെ, നീ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കൊരു കലക്കാം, ഒരു പ്രശ്നവുമില്ല, നീയാണെങ്കിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നു, ചെറുപ്പക്കാരിയാണ്, നിന്നെ കാണാൻ ഇപ്പോൾ 10-21 വയസ്സുള്ള ചെക്കൻ വന്നാൽ എന്താ, ഒന്നുമില്ല, ഓഫീസിൽ ജോലി ചെയ്താണെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ബലിയാടാക്കുകയാണോ? എടി, ബലിയാടൊന്നുമല്ല, ഒരു പരസ്പര സഹായം. എൻ്റെ പൊന്നുമോൾക്ക് ആരെ വേണമെങ്കിലും ഇവിടെ വിളിച്ചോണ്ട് വരാം, ഒരു കുഴപ്പമില്ല. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ചേച്ചി പറഞ്ഞ് നിനക്കറിയാമല്ലോടി, അതുകൊണ്ട് ഞാനിവിടേക്ക് ഓടി വരാം, 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ. എനിക്കും എൻ്റെ ജീവിതത്തിൽ സ്വർഗ്ഗവാതിലൊന്ന് തുറന്നിടണ്ടേ, എത്ര നാളായിട്ട് ഞാൻ വീർപ്പൊട്ടി കഴിയുകയാണ്, ഇനി നമ്മൾ 3 പേരും കൂടി സക്സസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 3 പേരും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരിയാകില്ലെന്ന്. അപ്പോൾ അനിത ചേച്ചി പറഞ്ഞു, എടി 3 പേരല്ലല്ലോ, ഒരാണോട് വരില്ലേ എപ്പോഴാണെങ്കിലും, അപ്പം 4 പേരായില്ലേ, അതുകൊണ്ട് ശുഭകാര്യമാ എൻ്റെ പൊന്നുമോള്, അവലക്ഷണക്കേട് ആദ്യമേ പറയാതെന്ന്. അപ്പോൾ ഷീലാൻറ്റി പറയുകയാണ്, പെണ്ണിനെ ഒന്നും അറിയില്ല, ഏതൊരുത്തിനെ പ്രേമിച്ചു, അവനില്ലേ അങ്ങ് പോയി, 2 പേരും കൂടെ ഏതോ കോഫി ഷോപ്പിൽ പോയി ചായ കുടിച്ചു, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. പൂമുറ്റം ഇപ്പോഴും പുല്ല് കുളിച്ച് ഒന്നും കാണാതെ ഇങ്ങനെ നിൽക്കുകയാണ്, ഇനി അത് പകഞ്ഞു മാറ്റി വൃത്തിയാക്കാൻ ആര് വരുമെന്നറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോഷിയാൻ്റെ എന്നെ കളിയാക്കാതെ, അങ്ങനെയൊന്നും വല്ലതും. അങ്ങനെ തന്നെ അടി, ഇനിയിപ്പം എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരാണ് വന്നാലേ പെണ്ണിന് സമാധാനമാകൂ, അതെപ്പോഴും ഭർത്താവായിരിക്കണം, യാതൊരു നിർബന്ധമില്ല, ആണെങ്കിൽ നല്ല കഴിവുള്ളവനാകണം, അല്ലെങ്കിൽ ഭർത്താവെന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇവിടെ ആവശ്യങ്ങളുടെ വള്ളംകളി തന്നെ നടക്കണം. അല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങൾ പറയുന്ന ആ കൊച്ചു പയ്യന്മാർ എവിടെയെന്ന്. അപ്പോൾ 2 പേരും കൂടെ പറയണം, അത് നീ നോക്കണം, നീ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ റെഡിപ്പെടുത്താൻ നിനക്ക് പറ്റും, നീ ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് നീ ഞങ്ങളാണെന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിക്ക്, ആളുകൾ വരും, വേണമെങ്കിൽ ഞങ്ങളുടെ ഫോട്ടോ അയച്ചു കൊടുത്തോ, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. അതൊക്കെ റിസ്ക് അല്ലേ എന്ന് ചോദിച്ചു. എങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴേക്കും വീഡിയോ കോൾ വിളിച്ചു, എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ അവനോട് സംസാരിക്കാം, ഏതെങ്കിലും നല്ല സുന്ദര കുട്ടപ്പനായിരിക്കണം എന്ന് അനിത ചേച്ചി പറഞ്ഞു. അങ്ങനെ അവരുടെ നിർബന്ധത്തിൽ ഞാൻ ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി, അതിൽ 2 പെണ്ണുങ്ങളുടെ പേര് കൂട്ടിച്ചേർത്തായിരുന്നു. അത് പെട്ടെന്ന് തന്നെ ഹിറ്റായി, പല ഗ്രൂപ്പുകളിലും ഞങ്ങൾ അംഗമായി. അവിടെ ചെന്ന് ഇങ്ങനെ ആഗ്രഹമുണ്ടെന്നൊക്കെ പോസ്റ്റ് വിട്ടു. ചുരുക്കം പറയണ്ടല്ലോ, അതിനകത്ത് നിറയെ ആണുങ്ങളുടെ മെസ്സേജായി. അവസാനം വീഡിയോ കോൾ വിളിക്കൂ എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ അനിത ചേച്ചി വന്നിരിക്കുമ്പോൾ പുള്ളിക്കാരിക്ക് നല്ല ധൈര്യമാണ്. വീഡിയോ വിളിക്കുന്ന ആൾക്കാരുടെ കോളൊക്കെ അറ്റൻഡ് ചെയ്യും, ഇഷ്ടമില്ലെങ്കിൽ ബ്ലോക്ക് ആക്കുകയും ചെയ്യും. അങ്ങനെ 1 ദിവസം, 2 ദിവസം, 3-ാമത്തെ ദിവസം അനിത ചേച്ചിക്ക് നല്ലൊരു ചെക്കനുമായിട്ട് ഭയങ്കര കോളായി. അവൻ സിറ്റിയിൽ തന്നെ ജീവിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല സെറ്റപ്പുള്ള അതീവ സുന്ദരനായ പയ്യനാണ്. 2 പേർക്ക് ഇഷ്ടപ്പെട്ടു. 2 പേരും വീഡിയോ കോളിൽ അവനെ കാണുകയും ചെയ്തു. അപ്പോൾ ഈ 2 ജോഡികളായ സ്ത്രീകൾക്കും അവനെയും ഇഷ്ടമായി, അവനും ഇഷ്ടമായി. 2 പേരെയും വരവേൽക്കാൻ അവനും റെഡിയാണ്. പക്ഷേ ആദ്യം ഒന്ന് കാണണം, അതിന് ബീച്ച് സൈഡിൽ ഇത്ര സമയത്ത് കറക്റ്റായിട്ട് വരണമെന്ന് പറഞ്ഞു, എങ്കിലേ ഫോൺ നമ്പർ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോയി മാഡം. ഒരു ദിവസം വൈകുന്നേരം അവിടെ ആ ചെക്കൻ വലിയൊരു വില കൂടിയ കാറിലാണ് വന്നത്. അവൻ വന്നിറങ്ങുന്നതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അവൻ ഇറങ്ങി സ്പോട്ടിലേക്ക് നോക്കിയപ്പോഴേക്കും അവർ 2 പേരും കൂടെ മോളെ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ അവനെ പരിചയപ്പെട്ട് എല്ലാവരും കൂടെ എന്തൊക്കെയോ ദൂരം എന്ന് പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു. അത് കഴിഞ്ഞ ശേഷം എന്നെ കൈ നീട്ടി വിളിച്ചു. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഷീല ചേച്ചി എന്നെ പരിചയപ്പെടുത്തി. ഇത് എൻ്റെ ചേച്ചിയുടെ മോളാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. അവൻ എനിക്ക് ഷേക്കാൻ തന്നു. എന്നിട്ട് വാ മോളെ കയറ്, നമുക്കെല്ലാവർക്കും കൂടെ പോയി ഷേക്കൊക്കെ കഴിക്കാം, മോൻ വിളിച്ചതല്ലേ എന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഞങ്ങൾ 3 പെണ്ണുങ്ങളും കൂടെ അവൻ്റെ കൂടെ പോയി. അന്ന് ഞങ്ങൾക്ക് അവൻ്റെ വക ഒരു ട്രീറ്റ് തന്നെയായിരുന്നു. പൂത്ത പടമുള്ള ചെക്കനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനിത ചേച്ചിക്ക് ഇരിക്കാൻ നിൽക്കാനും വയ്യ. പക്ഷേ ഷീല ചേച്ചി പറഞ്ഞു, നീ കിടന്ന് തുള്ളുന്നത് കൊള്ളാം, എൻ്റെ ചാൻസ് ആദ്യമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിയുമ്പോൾ അനിത ചേച്ചി പറഞ്ഞു, സാരമില്ല, എനിക്കതൊരു പ്രശ്നമല്ല, എനിക്ക് മറ്റ് ചില ബെനിഫിറ്റുകളും ഇവനിൽ നിന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞു, എടി കൊച്ചേ, ഇനിയും തിരയൂ, ഇഷ്ടം പോലെ കാണും,
വലിയ കുളത്തിൽ മീനുകൾ ഒത്തിരി കാണും, ഇത് കുളമല്ല കടലാ എന്ന് പറഞ്ഞ് ഞാൻ അവരെ കളിയാക്കി. എന്തായാലും അതിൻ്റെ അടുത്ത ദിവസമാണ് ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് കാണാനുള്ള ഒരു സമയം നിശ്ചയിക്കപ്പെട്ടത്. അതായത് ഈ ദിവസം കഴിഞ്ഞ് ഒരു ദിവസം തള്ളി അടുത്ത ദിവസം. അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് അനിത ചേച്ചിയുടെ ഭർത്താവ് അവിടെ ഇല്ല, ഇടയ്ക്കുള്ളൊരു ദിവസം ഉണ്ട്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് അവൻ താഴെ വന്ന് നിൽക്കും. എന്നിട്ട് അവനും ഞാനും കൂടെ ഓഫീസിലെ സ്റ്റാഫാണ് എൻ്റെ കൂടെ ഉള്ളത് എന്നുള്ള മട്ടിലേക്ക് കയറി വരും. സൽക്കാരങ്ങൾ തുടങ്ങും. അവൻ രാത്രി 10 മണിക്കോ 11 മണിക്കോ വല്ലതും സ്വതന്ത്രനായി പോവുകയും ചെയ്യും. അതിനിടയ്ക്ക് 2 ചേച്ചിമാരും സ്വർണ്ണ താമ്പാലമെടുത്ത് കന്നിക്കുട്ടന് ചോറൂണ് നടത്തും. ഇതാണ് ലക്ഷ്യം. ചെക്കൻ അന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഫ്ലാറ്റിൻ്റെ തെല്ലകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ഞാനും കൂടെ ഫ്ലാറ്റിലേക്ക് കയറി വന്നു. അതിനിടയ്ക്ക് അവൻ എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് താല്പര്യമൊന്നുമില്ലെന്ന്. ഞാൻ പറഞ്ഞു, എന്നെ ചേച്ചിന്ന് വിളിക്കണ്ട, അതിന് മാത്രം പ്രായമൊന്നും എനിക്കില്ല, എൻ്റെ പേര് വിളിച്ചാൽ മതി, എനിക്ക് തൽക്കാലം താല്പര്യങ്ങളൊന്നുമില്ല. തൽക്കാലം നീ ആൻറ്റിമാർ നോക്കിയല്ലേ വന്നത്, അതുകൊണ്ട് അവരുടെ ഇഷ്ടം നോക്കിയാൽ മതി. എനിക്ക് വേറെ ഒരാളുണ്ട്, ഞാൻ എൻഗേജ്ഡ് ആണ്, എൻ്റെ കല്യാണം ഉടനെ നടക്കുമെന്ന് പറഞ്ഞു. അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. തൽക്കാലം അവനെ എനിക്ക് വേണ്ട. കാര്യം ആ 2 പെണ്ണുങ്ങളും മോഹിക്കുന്ന 2 പെണ്ണുങ്ങൾക്ക് താമ്പാളം എടുക്കുന്ന അവനെ എന്തിനാ എനിക്ക്? അത്രയ്ക്കൊന്നും ചീപ്പല്ല ഞാൻ. എനിക്കും ശ്രമിച്ചാൽ വേറെ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഇല്ലേ മാഡം, എനിക്ക് ഇതിലങ്ങോട്ട് ഒത്തിരി ആഴ്ന്നിറങ്ങാൻ താല്പര്യമില്ല. പൂരത്തിൻ്റെ ഉത്സവ കമ്മിറ്റിക്കാരിയുടെ റോള് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. എല്ലാവരും സംഘാടനം മാത്രം, അത്രയേ ഉള്ളൂ. അതൊക്കെ കണ്ട് രസിക്കുക, ഒരു കൗതുകം, ലേശം കൗതുകം കൂടുതലാണെന്ന് മടക്കിയിട്ടില്ലേ? അങ്ങനെ ഒരു മാനസികാവസ്ഥയാണ് എൻ്റേത്. എന്തായാലും അവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെക്കന് ചായയൊക്കെ കൊടുത്തു. പക്ഷേ ചെക്കന് ആദ്യം അനിത ചേച്ചിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് തോന്നി. അനിത ചേച്ചിയോട് കൂടുതൽ അടുത്തിരിക്കാൻ അവൻ ശ്രമിച്ചു. ഷീല ചേച്ചിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അധിക സമയമൊന്നുമില്ല, 11 മണിയാകുമ്പോഴേക്കും നിനക്ക് പോകേണ്ടതല്ലേ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവനെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അവനോട് പറയുകയാണ്, ആ എൻ്റെ പ്രസവമൊക്കെ നിർത്തുകയാണ് കേട്ടോന്ന്. അവൻ അതെന്തായിരിക്കും ഉദ്ദേശിച്ചത് എന്നുള്ള മട്ടിൽ അവരെ നോക്കുന്നത് കണ്ടു. പക്ഷെ ചേച്ചി അവനെ പുറകിൽ നിന്ന് ചുമ്മാ അങ്ങനെ കുസൃതിക്ക് തള്ളിക്കൊണ്ട് മുറിക്കകത്ത് കയറി വാതിലടച്ചു. ഞങ്ങൾ 2 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു. അകത്തു നിന്ന് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി, പൊട്ടിച്ചിരികളും അവൻ്റെ ചില വർത്തമാനങ്ങളും ഒക്കെ. അനിത ചേച്ചി പക്ഷേ ഇത്തിരി മ്ലാനമായിട്ടിരിക്കണം. ചേച്ചിക്ക് ആദ്യം പോകണമെന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഷീല ചേച്ചിക്ക് വാക്ക് കൊടുത്തല്ലേ, അപ്പോൾ അങ്ങനെ നടന്നോട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടി ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് വാതിലിൻ്റെ അവിടെ പോയി നിന്നു. ഇപ്പം ശബ്ദങ്ങളൊന്നുമല്ല, സംസാരമല്ല, വേറെന്തൊക്കെയോ ശബ്ദങ്ങളാണ് അവിടെ കേൾക്കുന്നത്. എന്തായാലും ചെക്കൻ നമ്മൾ കണ്ടതുപോലൊന്നുമല്ല. ആദ്യം ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു, ഇപ്പം അത് മൊത്തം മറന്ന് മനസ്സിലായി. ദൈവമേ, താഴത്തെ ഫ്ലാറ്റുകാർക്ക് വല്ല ഫീൽ ചെയ്യുമോ എന്ന് ഞങ്ങൾ 2 പേരും കൂടി അടക്കം പറഞ്ഞ് ചിരിച്ചു. എന്തായാലും 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പുറത്തിറങ്ങി വന്നത്. അതിനിടയ്ക്ക് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ ഉറച്ച് ദേഷ്യപ്പെടുന്ന മട്ടിൽ അവന് കൊടുക്കുന്നത് കേട്ടിരുന്നു. ഷീല ചേച്ചി ഇത്തിരി ആക്റ്റീവാണെന്ന് എനിക്ക് മനസ്സിലായി. അവനെ അടക്കി ഭരിക്കുന്ന ഒരുത്തിയാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ചെക്കൻ എന്തായാലും വന്നിരുന്ന് 1/2 മണിക്കൂർ അവനോട് ഞങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും പോയി ഫ്രഷായി വന്നു. അവന് അത്താഴം ഒരുക്കി. അത്താഴം കഴിഞ്ഞ ശേഷം 1/2 മണിക്കൂറോട് സംസാരിച്ച ശേഷമായിരുന്നു അനിത ചേച്ചിയുടെ പരകായ പ്രവേശം. ഞങ്ങൾ പിന്നെ ഇത് ശ്രദ്ധിക്കാൻ പോയില്ല. ഇരുന്നോരോ തമാശകളൊക്കെ പറയുകയായിരുന്നു. 11 മണി കഴിഞ്ഞിട്ടും 2 പേരും പുറത്തിറങ്ങിയില്ല. ഞങ്ങൾ മുട്ടി വിളിച്ചു. അങ്ങനെ ഒരു കണക്കിന് 11:30 ആയപ്പോൾ വെളിയിൽ വന്നു. 2 പേരും ജോഡിപ്പൊരുത്ത് പ്രമാദം എന്നുള്ള മട്ടിൽ ചിരിച്ചു. എന്തായാലും ടാറ്റ പറഞ്ഞവൻ പോകാൻ നേരത്ത് കുറേയധികം പണം അവിടെ വെച്ചിട്ട് പോയി. ഇനി വരുമ്പോൾ അവന് ഇതിലും നല്ല ട്രീറ്റ് കൊടുക്കണമെന്ന്. എന്തായാലും അതിൽ 1/4 പങ്കുവെടുത്തത് അനിത ചേച്ചിയാണ്. അവൻ ഇനി അടുത്ത ആഴ്ച വരും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ പോകാൻ നേരത്ത് ഞാനാണല്ലോ അവനെ കൊണ്ടുവന്നത്. അതുകൊണ്ട് അവൻ്റെ കൂടെ ഞാൻ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവനാണെങ്കിലേ മാഡം ഒരു പോപ്പോ. ഞാൻ ചോദിച്ചു, നീ എന്താ കാണിച്ചതെന്ന്. അവൻ പറഞ്ഞു, ചുമ്മാ ഫ്രീ ആയിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുസൃത്തരമായിട്ട് അങ്ങ് പോവുകയും ചെയ്തു മാഡം. ഞാൻ അന്തിച്ചു പോയി. ഇവൻ ആൻറ്റിമാരോട് മാത്രമേ ഉള്ള കാര്യം, അതോ എന്നോടും ഉണ്ടോ? അഹങ്കാരി ചെക്കൻ. ആ സമയത്ത് എനിക്കും എന്തോ ഒരു ഇതുപോലെ തോന്നി. അല്ലെങ്കിലും ഇത് ഒരു മികച്ച ഇതാണല്ലോ. എന്തായാലും അവൻ പിന്നെ ആഴ്ചയിൽ 2 വട്ടമെങ്കിലും വരാൻ തുടങ്ങി. പിന്നെ ചില സമയത്ത് അത്രയ്ക്ക് പണമുള്ള ചില ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് വരും. അവരെ അനിത ചേച്ചിയാണ് മാനേജ് ചെയ്യുന്നത്. അങ്ങനെ അനിത ചേച്ചിക്ക് അവിടെ 1-2 മണിക്കൂറിനുള്ളിൽ കൂടുതൽ പണവും ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെ എല്ലാ കാര്യത്തിനും കൂട്ടു നിൽക്കുന്ന ഒരാളായിട്ടായിരുന്നു എൻ്റെ റോള്. പക്ഷേ ഒരു ദിവസം ചെക്കൻ എന്നോട് പറഞ്ഞു,
ഇവരെ പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നെങ്കിലും കണ്ടപ്പോൾ നിന്നെയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ആക്ച്വലി നമ്മൾ തമ്മിൽ 3-4 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. 3-4 വർഷം കഴിഞ്ഞ് വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, അതൊന്നും ശരിയാകില്ല, എനിക്ക് വേറൊരാളുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെയൊന്നും ആരുമില്ല, ശരി പ്രേമിക്കണ്ട, എങ്കിൽ എനിക്ക് കുറച്ച് നിമിഷം തരുമെന്ന് പറഞ്ഞു. അതവൻ 2 ചേച്ചിമാരോടും പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രശ്നമൊന്നുമില്ല. കല്യാണം കഴിക്കുന്ന കാര്യം പ്രേമക്കാര്യമൊന്നും പറഞ്ഞില്ല. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്കും ഓക്കെയാണ്. അങ്ങനെ അവരും കൂടി നീ ഒന്ന് പങ്കുചേരും മോളെ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് മനസ്സോടെയും അധികം മനസ്സില്ലാ മനസ്സോടെയും ഞാൻ അവിടേക്ക് പോയി. അവർ രണ്ടുപേരും എന്നെ കളിയാക്കി വിട്ടെങ്കിലും എൻ്റെ പൂമുറ്റത്ത് അന്ന് ഒരിക്കലിൻ്റെ മേളമായിരുന്നു. ആദ്യം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലെങ്കിലും 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പൂമുറ്റം ഒരുക്കി, പൂത്താരം ഒരുക്കി, കുത്തുവിളക്ക് കുത്തി കത്തിച്ച് അന്ന് അവിടെ ആടണം, പാടണം, കൊണ്ടാടണം. പക്ഷേ എല്ലാം എനിക്കൊരു സ്വപ്നം പോലെയായിരുന്നു. ഒന്നും അറിയാത്ത എനിക്ക് അറിയാത്ത ലോകത്തിൻ്റെ താഴ്വാര കാഴ്ചകൾ അവൻ കാണിച്ചു തന്നു. പിന്നെ ഞാനും ഒന്നും ആലോചിച്ചില്ല. ഇഷ്ടക്കേടുകളൊക്കെ അങ്ങ് റെഡിയായി വന്നു. അവൻ ഒരു മിടുക്കനല്ലേ. എക്സ്പീരിയൻസ് ഉള്ള 2 ചേച്ചിമാരെ മാനേജ് ചെയ്യാമെങ്കിൽ പിന്നെ അവനെന്താ എന്നെ മാനേജ് ചെയ്യാൻ? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടും എനിക്ക് 5-6 വട്ടം കൂടി അവസരം തന്നു. അവസരങ്ങൾ കുറവാണ്, കാര്യം ചേച്ചിമാരാണല്ലോ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവളായിട്ട് ഭാവിക്കുകയാണ്. പോകെ എനിക്ക് അവനോട് നല്ല ഇൻട്രസ്റ്റായി. അവനിടയ്ക്ക് എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട്, നമുക്ക് കുറച്ച് വർഷം കഴിയുമ്പോൾ കല്യാണം കഴിക്കാമെന്നും. അവനും എന്നോട് അങ്ങനെ പറഞ്ഞു. ഇവരുമായിട്ടുള്ള ബന്ധം നമുക്ക് നിർത്താമെന്നും ഇനി നമ്മൾ തമ്മിൽ മാത്രമായാൽ മതിയെന്നും അവൻ എന്നോട് പറഞ്ഞു. അത് ശരിയാകുമെന്നറിയില്ലെങ്കിലും ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലാണെന്ന് ഇവർ രണ്ടുപേരും അറിഞ്ഞു. പക്ഷേ മാഡം, അവർ ക്വസ്റ്റ്യൻ ചെയ്ത് അവനോട് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്നെ ഇനി പ്രേമിക്കാനില്ലെന്നും അങ്ങനൊരു ബന്ധത്തിന് ഇനി അവൻ വരില്ലെന്നും അവരെ രണ്ടുപേരെ മാത്രം മതിയെന്നും അവരുടെ മുന്നിൽ വെച്ചും എൻ്റെ മുന്നിൽ വെച്ചും അവൻ പറഞ്ഞു. മാഡം, അവൻ്റെ കള്ളവാക്കുകൾ വിശ്വസിച്ച് മോഹിച്ചു പോയി ഞാൻ ശരിക്കും അപമാനിതയായി. ഞാനിപ്പോൾ അവിടെ നിന്നിറങ്ങി വേറെ ഹോസ്റ്റലിൽ താമസിക്കുകയാണ്. ഇപ്പോൾ 1 മാസമായി. പക്ഷേ ഇപ്പോൾ ഷീല ചേച്ചി, മനു ചേച്ചി എന്നെ വിളിക്കുകയാണ്. കുഴപ്പമില്ല, കല്യാണത്തിന് സമ്മതിക്കാം, പക്ഷേ അവരുമായുള്ള ബന്ധവും നിലനിർത്തിക്കൊണ്ട് പോകണം. കല്യാണം 3-4 വർഷം കഴിഞ്ഞിട്ട് നടത്താം. ഇപ്പോൾ നീ തിരിച്ചു വാമോളെന്ന് പറയുകയാണ്. അവനും ഇപ്പോൾ എന്നെ വിളിച്ച് പ്രശ്നമൊന്നുമില്ല, ആ സമയത്ത് അറിയാതെ പറഞ്ഞു പോയതാണ്, സോറി, നീ തിരിച്ചു വന്ന് പറയുകയാണ്. മാഡം, ഞാൻ തിരിച്ചു പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ ഒരു ബന്ധം ശാശ്വതമാകുമോ? ഈ കഥ കേട്ടിട്ട് മാഡത്തിന് എന്ത് തോന്നുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കഥ കേട്ടിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂട്ടത്തിൻ്റെ അടുത്തേക്ക് പോവുകയേ ചെയ്യരുത്. കാര്യം ഇത് കല്യാണം കഴിക്കാനുള്ളൊരു ബന്ധമോ സ്നേഹമോ ഒന്നും അല്ലെന്ന് അവരെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ അറിയാവുന്നൊരു സ്ത്രീയാണ്. എല്ലാം അറിഞ്ഞ് അവർക്ക് വേണ്ടി കൂട്ടു നിൽക്കുകയും ചെയ്തു. അപ്പോൾ അത്രയും ആലുകൂലത്തിനിടയ്ക്ക് അങ്ങനെ ഒരാളെ കയറി പ്രണയിക്കണമെങ്കിൽ നിങ്ങൾക്കും എന്തോ സാരമായ കുഴപ്പമുണ്ട്. ബുദ്ധിയുള്ള ആരെങ്കിലും അങ്ങനെ ഒരാളെ കയറി പ്രണയിക്കുമോ? ശരി, അറിയാതെ പ്രണയിച്ചു പോയി. അങ്ങനെയാണെങ്കിലും അയാളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? മരം ചാടി നടക്കുന്നൊരു കുരങ്ങനാണവൻ. ഏത് മരം കണ്ടാലും അതിൽ വലിഞ്ഞു കയറും. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഇത്രയും ബുദ്ധിയോടുകൂടി ഇത്രയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്ത നിങ്ങൾക്ക് അവരുടെ കുശാഗ്ര ബുദ്ധി മനസ്സിലായില്ലേ? അതെന്ന് പറയുമ്പോൾ ഒരു ഫേക്ക് വേൾഡാണ്. അതിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. കല്യാണം കളവാണ്, സ്നേഹം, പ്രേമം ഇതൊന്നും ശാശ്വതമല്ല. അവിടെ നടക്കുന്നത് അവനവൻ്റെ ആഗ്രഹങ്ങളുടെ ഒരു തീർപ്പ് മാത്രമാണ്. അപ്പോൾ ആ വഴിയിലേക്ക് പോകണമെങ്കിൽ ഓക്കെ, എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് വിവാഹം, കുടുംബം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് അവനവന് തോന്നുന്ന എന്ത് വേണമെങ്കിലും കാണിക്കാം. പക്ഷേ വിവാഹം, പ്രേമം, സ്നേഹം ഇതൊക്കെ എന്ന് പറയുമ്പോൾ കൂടുതൽ വാല്യുള്ള കാര്യമായതുകൊണ്ട് അങ്ങോട്ടേക്ക് തിരിച്ചു പോയിട്ട് അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് തിരിച്ചു പോയിട്ട് യാതൊരു കാര്യവുമില്ല. അവരുടെ പഞ്ചാരവാക്ക് കേട്ട് ആ കൂട്ടത്തിൽ കൂടരുത്. അവരെ തുമ്പി തുള്ളുകയോ തിരുവാതിര കളിക്കുകയോ എന്തെങ്കിലും കളിച്ചോട്ട്, നിങ്ങൾക്കതിൻ്റെ കാര്യമില്ല, രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക. അതിനെ പറ്റിയിട്ട് ഇനി കൂടുതൽ ചർച്ചയ്ക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. അത് ഉപേക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.